നമ്മുടെ കൊച്ചിയുടെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഇപ്പോൾ വളരെ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ലെവലിലാണ് നിൽക്കുന്നത്. ഇതിന്റെ ബുദ്ധിമുട്ടിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഉള്ള പേഷ്യൻസ് തന്നെയാണ്. ഒരു അലർജി ഡോക്ടർ എന്ന നിലയ്ക്ക് എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസ് പലപ്പോഴും റെസ്പിറേറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ട്. വിട്ടുമാറാത്ത ചുമ, ജലദോഷം, മൂക്കടപ്പ്, തുമ്മൽ എല്ലാം ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് റോഡ് സൈഡിൽ വീടുള്ള ആളുകൾ, സിറ്റി സെന്ററിൽ താമസിക്കുന്നവർ, ഫാക്ടറി, റിഫൈനറി പോലെയുള്ള ഇൻഡസ്ട്രിയൽ മേഖലയിൽ താമസിക്കുന്ന ആളുകളൊക്കെയാണ്. ട്രാഫിക് പൊല്യൂഷൻ മാത്രമല്ല ഇതിൻ്റെ ഒരു റീസൺ. ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ ഉണ്ട്. നമ്മുടെ സിറ്റിയുടെ ഇംപ്രോപ്പർ ആയിട്ടുള്ള വേസ്റ്റ് മാനേജ്മെന്റ്, പൊതു ഇടങ്ങളിൽ വേസ്റ്റ് കത്തിക്കുക, ഇൻക്ലൂഡിംഗ് പ്ലാസ്റ്റിക്, ഇതൊക്കെ ഈ ഒരു പ്രശ്നത്തിന് ആക്കം കൂട്ടുന്നുണ്ട്. എയർ ക്വാളിറ്റി ഇൻഡെക്സ് 101 മുതൽ 150 വരെ അൺഹെൽത്തി ആയിട്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. എസ്പെഷ്യലി എന്തെങ്കിലും ലങ് പ്രോബ്ലംസോ അല്ലെങ്കിൽ കാർഡിയക് കോംപ്ലിക്കേഷൻസോ ഒക്കെ ഉള്ള കുട്ടികൾക്കോ മുതിർന്നവർക്കോ ആണ് ഇത് കൂടുതലായിട്ടും പ്രശ്നം ഉണ്ടാക്കുന്നത്. 150 മുകളിലേക്കാണ് എയർ ക്വാളിറ്റി ഇൻഡെക്സ് എന്നുണ്ടെങ്കിൽ ഇതുവരെ ഒരു രോഗമില്ലാത്ത ആളെ പോലും ഒരു രോഗിയാക്കാൻ ഈ ഒരു പൊല്യൂഷൻ മതിയാവും. അലർജി ആൻഡ് റെസ്പിറേറ്ററി പ്രോബ്ലംസിൽ നിന്ന് വിട്ടു നിൽക്കാനും പൊല്യൂഷൻ രക്ഷ നേടാനും എന്ത് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എയർ ക്വാളിറ്റി വളരെ മോശമായിട്ടുള്ള ദിവസങ്ങളിൽ എയർ ക്വാളിറ്റി ഇൻഡെക്സ് നോക്കിയതിന് ശേഷം നമുക്ക് പരമാവധി പുറത്തുള്ള ആക്ടിവിറ്റീസ് ഒഴിവാക്കാം. എസ്പെഷ്യലി എക്സസൈസ് ഒക്കെ അന്ന് പുറത്ത് ചെയ്യാതിരിക്കുക, അകത്ത് ചെയ്യുക. ഇനി പുറത്തേക്ക് പോവുകയാണെങ്കിൽ തന്നെ N95 മാസ്ക് നിർബന്ധമായിട്ടും ഉപയോഗിക്കുക. വീട്ടിൽ എയർ പ്യൂരിഫയേഴ്സോ ഹെപ്പ ഫിൽറ്റേഴ്സ് ഒക്കെ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള പൊല്യൂഷൻസിനെ നീക്കം ചെയ്യാം. അതുപോലെ തന്നെ വീട്ടിൽ നല്ല എയർ പ്യൂരിഫയിങ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിക്കാം. നമ്മളുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫുഡ് എടുക്കുക, നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. കാരണം ധാരാളം വെള്ളം കുടിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്ന ടോക്സിൻസ് നമുക്ക് ഫ്ലഷ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ ഉത്തരവാദിത്തമുള്ള ജനത എന്നുള്ള രീതിയിൽ നമ്മളുടെ സ്വന്തം വീട്ടിലെങ്കിലും നമ്മൾ ഇത്തരത്തിൽ ഓപ്പൺ സ്പേസിൽ വേസ്റ്റുകൾ കത്തിക്കാതിരിക്കാനൊക്കെ ശ്രമിക്കുക.